കോളേജിൽ ചെന്നിട്ട് ഷിൻസച്ചനെ ആദ്യം ഷിൻസ് അഗസ്റ്റിൻ എന്ന് വിളിച്ചപ്പോൾ ഷിൻസച്ചൻ എണീറ്റ് എന്ന് പറഞ്ഞു, എന്നെ ഷിൻസ് അഗസ്റ്റിൻ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ല, എൻ്റെ പേരങ്ങനെയാണ്, പക്ഷേ എന്നെ ഫാദർ ഷിൻസ് എന്ന് വിളിക്കുവാണ് എനിക്കിഷ്ടം. ഒരു പരാതിരഹിത ജീവിതത്തിൻ്റെ വൈദികനായിരുന്നു ഷിൻസച്ചൻ എന്ന്. എല്ലാവരോടും അച്ഛന് സൗഹൃദത്തിൻ്റെ വലിയ ശൃംഖലയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നവരോട് പോലും അച്ഛൻ സ്ഥിരമായി അവരെ വിളിക്കുകയും അവരോട് ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ പേര് ജോസ് ചെമ്പോട്ടിക്കൽ. ഞാൻ ഒബഡിയൻ സഭാംഗമായ വൈദികനാണ്. ബഹുമാനപ്പെട്ട ഷിൻസച്ചന് മുൻപ് മുള്ളേരി ഇടവക ദേവാലയത്തിൽ ഒരു വർഷം ഞാനിവിടെ വികാരിയായിട്ട് സേവനം ചെയ്തതാണ്. ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ ഒത്തിരി സഞ്ചരിച്ചിട്ടുള്ള ഒരു വാഹനത്തിൻ്റെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഒരു കർമ്മശേഷിയുള്ള ഒരു വൈദികൻ, സഭയോടും സമൂഹത്തോടും വളരെ വിശ്വസ്തയോടെ ജീവിച്ച ഒരു വൈദികനുമായിരുന്നു ബഹുമാനപ്പെട്ട ഷിൻസച്ചൻ. എന്നും തന്നെ ഏൽപ്പിച്ച ജനത്തോടും തന്നെ ഏൽപ്പിച്ച ഇടവകയോടും വളരെ ആഴത്തിലുള്ള ബന്ധം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് വൈദികൻ കടന്നു പോകുന്നത്. മുള്ളേരി ഇടവക 5 പഞ്ചായത്തുകൾ ഉൾപ്പെട്ട 60 കുടുംബമാണ് മുള്ളേരി ഇടവകയ്ക്കുള്ളത്. ആ 5 പഞ്ചായത്തുകളിൽ പെട്ട 60 കുടുംബങ്ങളിലും ഈ ഓരോ വർഷത്തിനുള്ളിൽ പല പ്രാവശ്യം കയറിയിറങ്ങി ഇടവകയിലെ എല്ലാവരുമായി ആത്മാർത്ഥമായൊരു ബന്ധം ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്ന അച്ഛനായിരുന്നു. തനിക്കുള്ളത് മുഴുവനും ഇടവകാജനത്തിന് നൽകിയൊരു വൈദികനായിരുന്നു ഷിൻസച്ചൻ. സ്വന്തമായുള്ളതിനെ മുഴുവനും ഇടവക്കാർക്ക് വേണ്ടി കൊടുക്കുന്നതിൽ ഒരു മടിയുമില്ലാതെ അച്ഛൻ നടന്നിരുന്നു. ഇടവയുടെ ഏതാവശ്യത്തിനും ഈ വണ്ടിയുമായി അച്ഛൻ പോകുമായിരുന്നു. തനിക്ക് പ്രിയപ്പെട്ടവർക്ക് മുഴുവനും ഏറ്റവും സ്നേഹപൂർവ്വം കൊടുത്തും കാണുന്നവരെയെല്ലാം സൗഹൃദത്തിൽ സ്വീകരിച്ചും അത് കൊടുത്ത് സമ്പന്നമായ ജീവിതമായിരുന്നു ഷിൻസച്ചൻ്റേത്. ഒരിക്കലും ഒരു പ്രയാസത്തിൻ്റെയും സങ്കടങ്ങളൊന്നും ആ മുഖത്ത് ഒരിക്കലും പ്രതിഫലിച്ചിരുന്നില്ല. അത് ഇടവക്കാരോടൊക്കെ എന്നും സ്നേഹപൂർവ്വം പെരുമാറിക്കൊണ്ടായിരുന്നു ഷിൻസച്ചൻ നടന്നു പോകുന്നത്. പോകുന്ന സ്ഥലങ്ങളിലെല്ലാം എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു ഷിൻസച്ചൻ. ഒരു വളരെ പ്രിയങ്കരമായൊരു ജീവിതം. അത് ഇടവക്കാർക്കെന്ന് മാത്രമല്ല, ഈ നാട്ടിലെ നാനാജാതി മതസ്ഥനായ ആളുകളോട് അച്ഛൻ അടുത്ത് ഇടപഴകിയിരുന്നു. അവരെല്ലാവരെയും ഒരു വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്ന ചിന്ത അച്ഛനുണ്ടായിരുന്നു. ഈ ദേവാലയം പുതിയത് പണിയണമെന്ന് മനസ്സിൽ ഒരാഗ്രഹം സൂക്ഷിച്ചുകൊണ്ടായിരുന്നു ഷിൻസച്ചൻ നടന്നിരുന്നത്. ഈ ഇടവക ആവശ്യത്തിൻ്റെ ഏതാവശ്യവും തൻ്റെ സ്വന്തം ആവശ്യം പോലെ നടക്കുകയും ചെയ്തിരുന്നൊരു വൈദികനായിരുന്നു ഷിൻസച്ചൻ. ഇടവക കൂട്ടായ്മകൾക്ക്, പൗരോഹിത്യ കൂട്ടായ്മകൾക്കൊക്കെ എന്നും വലിയ ഒരു പ്രചോദനവും അതോടൊപ്പം വളരെ ഒരു തീക്ഷ്ണമതിയായ വൈദികനായിരുന്നു. താൻ സംസാരിക്കുമ്പോൾ എപ്പോഴും ഷിൻസച്ചൻ പറയുന്നത്, ഞാൻ ഇരുന്നുകൊണ്ട് സംസാരിക്കില്ല, ഞാൻ നിന്നുകൊണ്ട് സംസാരിച്ചാൽ എനിക്ക് പറയുന്നതിൻ്റെ ഒരു ഗൗരവത്തിൽ വരികയുള്ളൂ. എപ്പോഴും കാര്യങ്ങൾ നിന്നുകൊണ്ട് വളരെ വ്യക്തതയോടെ പറയുന്ന ഒരു വൈദികൻ കൂടിയായിരുന്നു പ്രിയപ്പെട്ട ഷിൻസച്ചൻ. ചില വൈദിക കൂട്ടായ്മകളിൽ ഒരു നിറസാന്നിധ്യവും അതോടൊപ്പം വൈദിക കൂട്ടായ്മകളിൽ എന്നൊരു സന്തോഷത്തിൻ്റെ കാരണമായിരുന്നു. ഷിൻസച്ചൻ പറഞ്ഞ ആദ്യത്തെ കാര്യം ഞാൻ ഓർക്കുന്നത്, പലപ്പോഴും കോളേജിൽ ചെന്നിട്ട് ഷിൻസച്ചനെ ആദ്യം ഷിൻസ് അഗസ്റ്റിൻ എന്ന് വിളിച്ചപ്പോൾ ഷിൻസച്ചൻ എണീറ്റ് എന്ന് പറഞ്ഞു, എന്നെ ഷിൻസ് അഗസ്റ്റിൻ എന്ന് വിളിക്കുന്നതിൽ കുഴപ്പമില്ല, എൻ്റെ പേരങ്ങനെയാണ്, പക്ഷേ എന്നെ ഫാദർ ഷിൻസ് എന്ന് വിളിക്കുവാണ് എനിക്കിഷ്ടം. ഒന്നുകിൽ നിങ്ങൾക്ക് ഫാദർ ഷിൻസ് എന്ന് വിളിക്കാം, അല്ല ഷിൻസച്ച എന്ന് വിളിക്കാം. തൻ്റെ പൗരോഹിത്യ ഐഡൻറ്റിറ്റിയിൽ ഒരിക്കൽ പോലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ആഗ്രഹിക്കാത്ത വൈദികനായിരുന്നു. ആ പൗരോഹിത്യ ഐഡൻറ്റിറ്റി എന്നും ആ ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാൻ, തൻ്റെ പൗരോഹിത്യമാണ് തൻ്റെ വലുതെന്ന് കണക്കാക്കി ആ ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച വൈദികൻ കൂടിയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പണ രീതികളിലെല്ലാം വളരെ കർശനമായ രീതികളും സഭ നൽകുന്ന കാര്യങ്ങളിൽ വളരെ വിധേയത്വവും പുലർത്തുന്ന വൈദികനായിരുന്നു. അതിനകത്തൊന്നും അച്ഛൻ ഒരിക്കലും ഒരു വിശുദ്ധ കുർബാന അർപ്പണ രീതികൾ വളരെ ഭക്താദരപൂർവ്വം വിശുദ്ധ കുർബാന അർപ്പിക്കരുത്. റാസാ കുർബാനയ്ക്ക് പോകുക അച്ഛൻ്റെ വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു. പലപ്പോഴും റാസാ കുർബാനകൾക്ക് പോകാൻ വേണ്ടി അച്ഛൻ പലപ്പോഴും തീക്ഷ്ണത കാണിക്കുന്നതും ധ്യാനിപ്പിക്കാൻ പോകാനൊക്കെ അച്ഛൻ വളരെ തീക്ഷ്ണത കാണിക്കുന്നുണ്ട്. പലപ്പോഴും റാസാ കുർബാനയിൽ അത്രമാത്രം തീക്ഷ്ണതയുള്ള ഒരു വൈദികനായിരുന്നു. സഭാ പാരമ്പര്യങ്ങളോട് ചേർന്ന് നിന്നിട്ടുള്ള വൈദികനായിരുന്നു. പലപ്പോഴും വളരെ ശ്രുതിമധുരമായ ഗാനങ്ങൾ ആലപിച്ചും സുറിയാനി ഭാഷയിൽ പറയുവാനും ഒക്കെ അച്ഛന് വളരെ താല്പര്യവും ആഗ്രഹവും എന്നും അച്ഛൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനോട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ, പറയുന്നവർക്കെല്ലാവർക്കും മറ്റൊരാളുടെ അനുഭവം ഷിൻസച്ചനെക്കുറിച്ച് പറയാനില്ല. എല്ലാവർക്കും ഷിൻസച്ചനെ കുറിച്ച് പറയാനുള്ളത് സ്വന്തം ജീവിതത്തിൽ ഷിൻസച്ചൻ എങ്ങനെ ഇടപെട്ടു എന്നുള്ളതായിരുന്നു. അത് ഷിൻസച്ചൻ എന്ന വ്യക്തിക്ക് എല്ലാവർക്കും വ്യക്തിപരമായ അനുഭവം ഉണ്ട് എന്നുള്ളതാണ് ഷിൻസച്ചൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് ഈ ഇടവക സമൂഹത്തിനെന്നല്ല, ഇവിടുത്തെ കാസർഗോഡ് ഫൊറോന വൈദിക കൂട്ടായ്മയ്ക്കെന്നല്ല, ഇവിടെയുള്ള എല്ലാവർക്കും ഷിൻസച്ചനെക്കുറിച്ച് വ്യക്തിപരമായ ഒരനുഭവം പറയാൻ ഉണ്ട് എന്നുള്ളത്
എല്ലാവർക്കും വളരെ സന്തോഷത്തിൻ്റെ ഓർമ്മകളായിരുന്നു. അതെ, എല്ലാ കാര്യങ്ങളിലും ഏറ്റവും സ്നേഹപൂർവ്വം തീക്ഷ്ണതയോടെ ഓടി നടക്കുകയും എല്ലാവരോടും ഒരു പരാതി പോലും പറയാതെയായിരുന്നു ഷിൻസച്ചൻ ജീവിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ പരിമിതമായ സാഹചര്യങ്ങളൊന്നും ഷിൻസച്ചൻ ഒരു പരാതിയില്ലായിരുന്നു. ഞങ്ങൾ പറയുന്നത് ഒരു പരാതിരഹിത ജീവിതത്തിൻ്റെ വൈദികനായിരുന്നു ഷിൻസച്ചൻ എന്ന്. ഒരു പരാതി, ഒന്നിനെക്കുറിച്ചും പരാതിയില്ല, കിട്ടുന്നതിലെല്ലാം വളരെ സംതൃപ്തമാണ്. ഞങ്ങൾ പലപ്പോഴും നമുക്ക് ചോദിക്കും, പറയുന്നു, ഈ ശരീരത്തിന് ഇത് മതി, ഈ ജീവിതത്തിന് ഇത് മതി. അതെ, ഷിൻസച്ചൻ ഈ ശരീരത്തിനും ഈ ജീവിതത്തിനും ഉള്ള കാര്യങ്ങളെല്ലാം വളരെ സംതൃപ്തിയോടുകൂടി ജീവിച്ച നല്ല വൈദികനായിരുന്നു പ്രിയപ്പെട്ട ഷിൻസച്ചൻ. ഷിൻസച്ചൻ്റെ ആകസ്മികമായ വിയോഗം എല്ലാവർക്കും വളരെ സങ്കടകരമായ ഒന്നാണ്. പക്ഷേ ദൈവപരിപാലനം നമ്മളെല്ലാവരും ആശ്രയിക്കുന്നു. ഷിൻസച്ചൻ്റെ നല്ല ഓർമ്മകളെ ഈ മുള്ളേരി ഇടവക സമൂഹത്തിന് എന്നും മുതൽക്കൂട്ടായിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഷിൻസച്ചൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ചിലപ്പോഴെങ്കിലും ഉണ്ടായ ചില പരാമർശങ്ങളായിരുന്നല്ലോ, കൊടിമരം അഴിച്ചു മാറ്റാനും കൈക്കാരന്മാർ വന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ പലരും പറഞ്ഞു കേട്ട് വേണമായിരിക്കുമല്ലോ. ഈ മുള്ളേരി ഇടവകയെ സംബന്ധിച്ചുള്ള മുള്ളേരി ഇടവക 5 പഞ്ചായത്തുകളിലായി വ്യാപിച്ച് കിടക്കുന്ന 60 കുടുംബമാണ് മുള്ളേരി ഇടവകയ്ക്കുള്ളത്. ഈ ഇടവകയുടെ 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ക്രൈസ്തവ കുടുംബം പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടവകയിൽ വരുന്ന വികാരിമാർ അവർ പലപ്പോഴും ഇടവകയിടയ്ക്ക് ആളുകളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി, തൻ്റെ പ്രിയപ്പെട്ട ദൈവജനത്തെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി സ്വന്തമായി ആ പണികളൊക്കെ ചെയ്ത് മുൻപോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രമാത്രം അച്ഛൻ തന്നെ കൊടിമരം അഴിച്ചു മാറ്റുന്നതിനുള്ള ഒരു സാഹചര്യം വരികയും അത് വളരെ പെട്ടെന്ന് അച്ഛൻ ഈ ലോകത്തു നിന്ന് വേർപാടിലേക്കും എത്തിപ്പെടാനും ഇടവന്നത്. ഷിൻസച്ചൻ എന്ന വൈദികൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ്. 1, എപ്പോഴും കാണുന്ന മുഖത്തെ പുഞ്ചിരി. 2, കണ്ടുമുട്ടുന്നവരോട് മുഴുവനും സൂക്ഷിക്കുന്ന സൗഹൃദം. അത് ഇടവകാജനത്തോടെന്നുള്ളതല്ല, വൈദികരോടൊന്നല്ല, എല്ലാവരോടും അച്ഛന് സൗഹൃദത്തിൻ്റെ വലിയ ശൃംഖലയുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെട്ടിരുന്നവരോട് പോലും അച്ഛൻ സ്ഥിരമായി അവരെ വിളിക്കുകയും അവരോട് ബന്ധം സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. കേരള നിയമസഭയുടെ ബഹുമാന്യ സ്പീക്കർ എം ഷംസീർ വരെ ഉണ്ടായിരുന്നു. എം ഷംസീറിനെ ഷിൻസച്ചൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട് സൗഹൃദപ്പെട്ട പരിചയമാണ്. എന്നിരുന്നാലും ആ നമ്പർ സൂക്ഷിച്ച് വെച്ച് എല്ലാവരെയും വിളിക്കും. കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ, വൈദിക കൂട്ടായ്മയിൽ വന്നു കഴിയുമ്പോൾ കുറേ തമാശകൾ പറയും, നല്ല സ്നേഹങ്ങൾ പറയും, ചിരിക്കും, കളിക്കും, വരുന്നവരോട് മുഴുവനും സൗഹൃദത്തിൻ്റെ ഭാഷകൾ പറയും, അവർക്കെല്ലാവർക്കും നന്മ പറഞ്ഞു കൊടുക്കും. കുറേ തമാശകൾ എപ്പോൾ കാണുമ്പോൾ ഷിൻസച്ചന് പറയാനുണ്ട്. അത് കോളേജുമായി ബന്ധപ്പെട്ട തമാശകളാകാം. ഇപ്പോൾ മത്സരങ്ങൾക്ക് ഓടുന്നതിനെക്കുറിച്ച് പറയും, മത്സരങ്ങളിൽ പങ്കെടുക്കുക, അതിന് കിട്ടുന്ന സമ്മാനങ്ങൾ, അതിന് കിട്ടിയ കാര്യങ്ങൾ, അതെല്ലാം ഷിൻസച്ചൻ പറയുമ്പോൾ ഏത് നിസ്സാരമായ കാര്യവും അതിനെ നർമ്മത്തിൽ ചാലിച്ച് എല്ലാവർക്കും ചിരിക്കാൻ പാകത്തിന് അതിനെ പറഞ്ഞ് അവതരിപ്പിക്കുമായിരുന്നു. വളരെ നമ്മളൊന്നും പറഞ്ഞാൽ നടക്കില്ലാത്ത കാര്യം, ആരും ചിരിക്കില്ലാത്ത കാര്യം ഷിൻസച്ചൻ പറഞ്ഞു കഴിയുമ്പോൾ അതിനെ ആ നർമ്മത്തിൽ ചാലിച്ച് അത് പറഞ്ഞു കഴിയുമ്പോഴത്തേനും അത്ര ലളിതമായിട്ട് അതിനെ പറയുമായിരുന്നു. ഒരു വളരെ സൗഹൃദത്തിൻ്റെ വലിയൊരു ശൃംഖല അച്ഛൻ അക്കാര്യത്തിലുണ്ടായിരുന്നു. അത് എല്ലാവരോടുമുള്ള സൗഹൃദമായിരുന്നു. ചിരിച്ചും അത് കളിച്ചും എങ്ങോട്ട് വേണമെങ്കിലും പോകാനും ഒക്കെയുള്ള വലിയൊരു സൗഹൃദം ഷിൻസച്ചൻ അക്കാര്യത്തിലുണ്ടായിരുന്നു. ഷിൻസച്ചൻ്റെ കാര്യങ്ങൾ ഒക്കെ പറയുമ്പോൾ നമുക്ക് ഷിൻസച്ചനെ കുറേ മധുരിക്കുന്ന നല്ല ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ നാട്ടിലുള്ളവരൊക്കെ പറയുമായിരുന്നു ഷിൻസച്ചൻ ഇതിൽ പോകുന്ന വഴിക്ക് ഒരു 2 കാര്യങ്ങൾ ഷിൻസച്ചന് വളരെ താല്പര്യമുള്ള, വളരെ പ്രത്യേകമായി ഒരു യുവത്വത്തിൻ്റെ വളരെ താല്പര്യമുള്ള 2 കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഷിൻസച്ചന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന വഴിക്കൊക്കെ ഉള്ള ഹോട്ടലുകളിലെല്ലാം ഷിൻസച്ചൻ കയറും. അത് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ളുകയും ഉണ്ടാക്കാൻ താല്പര്യം ഇല്ലാതിരിക്കുകയും ചെയ്ത ഒരാളായിരുന്നു ഷിൻസച്ചൻ. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണം കുക്ക് ചെയ്യുക ഷിൻസച്ചന് അത്ര താല്പര്യമുള്ള കാര്യമല്ല. പക്ഷേ പോകുന്ന വഴിക്കുള്ള എല്ലാ ഹോട്ടലുകളിലും കയറുക, അവിടെ കയറി ഭക്ഷണം കഴിക്കുക, പിറ്റേ ദിവസം അവിടെ കയറുമ്പോൾ അവരുടെ അടുക്കളയിൽ കയറി ഭക്ഷണം എടുക്കുക എന്നുള്ളത് ഷിൻസച്ചനെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എന്നും താല്പര്യവും അതിനോടൊക്കെയുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ ഉള്ള മനുഷ്യനാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ പലപ്പോഴും എല്ലാവരോടും ഞങ്ങൾ വൈദ്യുതി കൂട്ടായ്മ എല്ലാവരും വിളിക്കും, അപ്പോൾ നമുക്ക് ഒന്നിച്ച് കൂടണ്ടേ, നമുക്ക് എല്ലാവർക്കും കൂടെ പുറത്തൊന്ന് പോകണ്ടേ, ഒരു ഭക്ഷണം കഴിക്കാൻ പോകണ്ടേ. അത് ഷിൻസച്ചൻ അതിനെല്ലാം ഒന്നിച്ച് കൂട്ടാൻ എവിടെയാണെങ്കിലും ആ സമയമാകുമ്പോഴത്തേനും ഓടിയെത്തുമായിരുന്നു. അതെ, അത്രയും വലിയൊരു സൗഹൃദത്തിൻ്റെ കൂട്ടായ്മ ഷിൻസച്ചനും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഇടവകയ്ക്ക് വേണ്ടി അച്ഛനൊരു വലിയ ജീവിതം തനിക്ക് ഈ ലോകത്തു നിന്നും ഈ ഇടവകയുടെ വികാരിയായി ചെയ്യാൻ സാധിക്കുന്നതിലധികം തൻ്റെ മരണം മൂലം ഈ ഇടവകയ്ക്ക് ഷിൻസച്ചൻ ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. കാരണം ഈ ഇടവകയുടെ വലിയ കാര്യങ്ങൾ
സ്വപ്നം കണ്ട ഒരു വൈദികനായിരുന്നു ഷിൻസച്ചൻ. ഈ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളിലും കൂടെ നടന്ന ഒരു വൈദികനായിരുന്നു. ഇടവകയുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഇടവക ദേവാലയത്തിൻ്റെ നിർമ്മാണം, ഇടവകയിലെ ആളുകളുടെ ആവശ്യങ്ങൾ, രാവിലെ എഴുന്നേറ്റ് അച്ഛൻ 6 മണിയാകുന്നതിന് മുൻപ് അച്ഛൻ പലപ്പോഴുമൊക്കെ റബ്ബർ തോട്ടത്തിൽ റബ്ബർ വെട്ടാൻ ആൾ വന്നിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അച്ഛൻ പോകുമായിരുന്നു. അതെ, ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ഓടി നടന്ന് ചെയ്യുമായിരുന്നു. പുല്ല് വെട്ടുന്ന മെഷീൻ ഇവിടെ കൊണ്ടുവച്ചിട്ടായിരുന്നു. പള്ളിമുറ്റത്തെ പുല്ല് വെട്ടണം, പുല്ല് വെട്ടുന്ന പഠിക്കണം, പുല്ല് വെട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അച്ഛന് ഇടവക ദേവാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ ഓടി നടന്ന ഒരു വൈദികരായിരുന്നു. അച്ഛൻ്റെ വണ്ടിക്ക് അവർ ഇടവക ദേവാലയത്തിന് എല്ലാ കാര്യങ്ങളും അച്ഛൻ്റെ വണ്ടിക്കായിരുന്നു പോകുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നത് ഈ വണ്ടി ഇടവകയുടെ വണ്ടിയായിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇടവകയുടെ എല്ലാ ആവശ്യങ്ങൾക്കും അച്ഛൻ യൂത്തിനെയും കൊണ്ട് പോകുമ്പോഴും മതബോധന അധ്യാപകരെ കൊണ്ട് പോകുമ്പോഴും മിഷൻ ലീഗുകാരെ കൊണ്ട് പോകുമ്പോഴും ഒക്കെ ഈ വണ്ടി കൊണ്ടുപോയിരുന്നു. അതെ, ഇടവകയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് കൊടുത്ത ഒരു നല്ല വൈദികനായിരുന്നു പ്രിയപ്പെട്ട ഷിൻസച്ചൻ. അതുകൊണ്ട് ഷിൻസച്ചൻ്റെ മരണം ഈ ഇടവകയിൽ വലിയ മാറ്റങ്ങളും ഈ ഇടവകയ്ക്ക് സ്വർഗീയമായൊരു മാധ്യസ്ഥം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.